ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു നാടൻ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് സുഖമില്ലായിരുന്നു, അപ്പോൾ അത് കാരണം കൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഏട്ടന് പണിക്ക് പോകണം. അപ്പോൾ രാവിലെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഏട്ടനൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനും അമ്മ എണീറ്റിട്ടുള്ളൂ. പിന്നെ ഏട്ടനും റിച്ചൂട്ടനും പിന്നെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. 2 ദിവസമായിട്ട് ഏട്ടനും പണിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടനും സുഖമില്ലായിരുന്നു, എനിക്കും സുഖമില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ അമ്മ അടുപ്പത്ത്. പിന്നെ ഈ വിറകൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതൊക്കെ കുറച്ച് ഈർപ്പം തട്ടിയ വിറകുകളാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അങ്ങനെ ഏട്ടനൊക്കെ പണിക്ക് പോയി. അതിന് ശേഷം ഉച്ചക്കലത്തുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഇന്ന് മുരിങ്ങയും പരിപ്പും നമുക്ക് തേങ്ങ അരച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് അമ്മ മുരിങ്ങ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞതാണ്. പിന്നെ എനിക്കത് ഇങ്ങനെ വലിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലോ വിചാരിച്ചിട്ട്, എവിടെയെങ്കിലും കുളത്ത് പിടിക്കാൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ വിചാരിച്ചിട്ട് പിന്നെ അമ്മ തന്നെ പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇന്നലെ 9ാം മാസത്തിലെ ചെക്കപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടില്ല. അത് ഞാനിടാം. പിന്നെ ഇനി അടുത്ത് സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കുറച്ച് ചെറിയൊരു പച്ചക്കറി ഇതാണ് കേട്ടോ. അച്ഛനുണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളും വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ് കേട്ടോ. പിന്നെ ഒന്നാമതിപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുക കാരണം കൊണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് ഒന്നിനും സമയമില്ല. അമ്മ തന്നെ ഇപ്പോൾ ഒരുവിധം പണികളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തൊടിയിലൊരു പണിക്കും അമ്മയ്ക്ക് ഇപ്പോൾ ഒഴിവ് കിട്ടാറില്ല. അല്ലെങ്കിലൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ചെറിയ പിന്നെ ഒന്നാമത് പിന്നെ റിച്ചൂട്ടൻ്റെ കാര്യം നോക്കണം, റിച്ചൂട്ടിനെ നോക്കണം, എന്നെ നോക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ ആയത് കാരണം കൊണ്ട് ഇപ്പോൾ ഒന്നും നട്ടുപിടിപ്പിക്കാനുള്ള സമയം കിട്ടാറില്ല അമ്മയ്ക്ക്. അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഈ വർഷം ഒന്നുമില്ല. അച്ഛൻ പോയതോട് കൂടിയിട്ട് എല്ലാം പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് മുരിങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തോരൻ മുരിങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പരിപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറേ ആയിട്ടോ പരിപ്പും തേങ്ങയും ഒക്കെ അരച്ചിട്ട് കറി വെച്ചിട്ട്. സാധാരണ മുരിങ്ങയും തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. പക്ഷെ പരിപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഞാനും അമ്മയും കൂടി മുരിങ്ങയൊക്കെ ഊരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം ഉപ്പേരി ഉണ്ടാക്കുക, തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുക, പിന്നെ മുട്ടയുടെ കൂടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മുരിങ്ങയും പരിപ്പും തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരിങ്ങയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. പരിപ്പ് ഇവിടെ നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കിട്ടണം, എന്നാലാണ് ഒരു മുരിങ്ങയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ലോണം പരിപ്പ് വെന്തുടഞ്ഞാലാണ് അതിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് പരിപ്പ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഞാനിത് സവാളയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. പക്ഷേ എനിക്ക് ചെറിയ ഉള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അരപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാന്താരി മുളകും പിന്നെ ഒരു വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി എനിക്ക് ഞാൻ എപ്പം മുരിങ്ങ കറി വയ്ക്കുകയാണെങ്കിലും അതിൽ വെളുത്തുള്ളിയുടെ ഒരു അല്ലി ചേർക്കും. പക്ഷെ ചില ആളുകൾക്കൊന്നും വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ എനിക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലോട് കൂടിയിട്ട് ആ ഒരു കറി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ ഞാൻ ഒരുവിധം കറികളിലൊക്കെ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടും. ഇപ്പോൾ വേറെ ഇപ്പം ഇന്ന് രാവിലെ പരിപ്പും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലും ഞാൻ ഇതുപോലെ തന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി അതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ.
പിന്നെ കടുക് ഞാനിതിൽ ഉപയോഗിക്കില്ല, കടുകൊന്നും ഞാനിതിൽ യൂസ് ചെയ്യാറില്ല. ഈ ഇലക്കറിയിൽ ഞാൻ കടുക് യൂസ് ചെയ്യാറില്ല കേട്ടോ. അല്ലാതെ മറ്റുള്ള കറികളിലൊക്കെ ഞാൻ കടുക് യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഈ ഇലക്കറികളിൽ ഞാൻ കടുക് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മുരിങ്ങയില നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. മുരിങ്ങയില നന്നായി വാട്ടിയെടുത്താൽ തന്നെ നമുക്കത് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ചട്ടിയിലേക്ക് മുരിങ്ങയിലൊക്കെ ഇട്ട് കൊടുത്തു. ഈ സമയം കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അരപ്പ് റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തിട്ട് നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റും മഴയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ അരച്ചെടുക്കാൻ പറ്റിയില്ല. അരച്ചെടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു, അപ്പോഴേക്കും കറണ്ട് പോയി. അപ്പോൾ സമയം ഉണ്ടല്ലോ എന്ന് കറണ്ട് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. കറണ്ട് പോകുന്ന കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് അപ്പോഴേക്കും പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ കറണ്ട് വന്നാൽ മാത്രമേ നമുക്കത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ തേങ്ങ അരച്ച് ഒഴിക്കുന്നത് ഞാൻ കാണിക്കില്ല കേട്ടോ. കാരണം കറണ്ട് വന്നാൽ മാത്രമേ എനിക്കത് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് വീഡിയോ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ തേങ്ങ അരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇത് നന്നായി മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വഴറ്റി അത് സെറ്റാക്കിയതിന് ശേഷം ഞാനിതൊന്ന് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പരിപ്പിലും നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നന്നായിട്ടതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നമ്മൾ മുരിങ്ങയിലൊക്കെ തിളപ്പിക്കാൻ പോയാൽ അതൊരു കയ്പ്പ് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ചെറുതായിട്ട്, കാരണം നമ്മൾ ചട്ടിയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ഓംലേറ്റാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പം ഞാൻ റിച്ചൂട്ടിനെയും കൂടിയിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ റിച്ചൂട്ടിനാണെങ്കിൽ എൻ്റെ കൈ പിടിച്ചിട്ട് അവൻ മഴയത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ്റെ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ മഴയത്തേക്ക് ഇറങ്ങിയോണ്ട് കണ്ടില്ലേ, മഴ കൊള്ളുക എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മഴയത്തേക്ക് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കര എൻ്റെ കൈ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ റിച്ചൂട്ടിൻ്റെ ഞാൻ മഴയത്ത് അവൻ്റെ കൈ പിടിച്ച് വെച്ചിട്ട് കൈയൊക്കെ വിട്ടിട്ട് അവൻ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഷോർട്സ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അവനെ മനഃപൂർവ്വം മഴയത്തേക്ക് ഇറക്കി വിട്ടതല്ല, കാരണം എനിക്ക് അവൻ്റെ പിന്നാലെ ഓടാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. മുറ്റത്ത് നിറയെ വഴുക്കലായിരുന്നു. അപ്പോൾ അവൻ്റെ പിന്നാലെ എനിക്ക് ഓടാൻ പേടിയായി. അത് കാരണം കൊണ്ടാണ് ഞാൻ അവൻ്റെ പിന്നാലെ ഓടാതിരുന്നത്, അവനെ വേഗം പിടിച്ച് കയറ്റായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.